പല ആളുകളും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിത്യജീവിതത്തിൽ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എല്ലാവർക്കും വരുമല്ലോ, ഇതിനെയൊക്കെ ഒരു രോഗമായി ചിത്രീകരിക്കേണ്ട കാര്യമുണ്ടോ? പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ വിഷമം വരാം, ഒരു പ്രണയബന്ധം പരാജയപ്പെട്ടാൽ വിഷമം വരാം, ജോലി നഷ്ടപ്പെട്ടാൽ വിഷമം വരാം, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ വിഷമം വരാം. പക്ഷേ എപ്പോഴാണ് വിഷാദം ഒരു രോഗമായി മാറുന്നത്? ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട്, ആത്മഹത്യയുടെ ഏറ്റവും ഫലപ്രദമായി പ്രതിരോധിക്കാൻ പറ്റുന്ന ലോകവ്യാപകമായി കാണപ്പെടുന്ന ഒരു കാരണമാണ് വിഷാദരോഗം. അതായത് വിഷാദരോഗം കണ്ടെത്തി ചികിത്സിച്ച് ഭേദപ്പെടുത്തിയാൽ നല്ലൊരു ശതമാനം ആത്മഹത്യകൾ തടയാൻ പറ്റുമെന്നർത്ഥം. എപ്പോഴാണ് സാധാരണ സങ്കടം ഒരു രോഗമായി പരിണമിക്കുന്നത്? വിഷാദരോഗം അഥവാ ഡിപ്രസീവ് ഡിസോർഡർ എന്ന അവസ്ഥയ്ക്ക് 9 ലക്ഷണങ്ങളുണ്ട്. ഈ 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും തുടർച്ചയായി 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വിഷാദ രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കണം. എന്തൊക്കെയാണ് ഈ 9 ലക്ഷണങ്ങളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സ്ഥായിയായ വിഷാദഭാവമാണ് ആദ്യത്തെ ലക്ഷണം. അതായത് തുടർച്ചയായി മനസ്സിൽ സങ്കടം തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ആരോട് സംസാരിക്കുമ്പോഴും സന്തോഷമില്ല, എന്ത് കണ്ടാലും സന്തോഷമില്ല, ആരൊക്കെ ശ്രമിച്ചാലും നമുക്ക് സങ്കടം മാറുന്നില്ല. ഇതിന് പ്രത്യേകിച്ച് ഇന്ന് കാരണമൊന്നും ഉണ്ടായിട്ടില്ല, ഇന്ന് വിഷമം വരാനുള്ള സംഭവങ്ങളൊന്നും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. എന്നിട്ടും രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായ സങ്കടം, അത് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന അവസ്ഥ. രണ്ടാമത്തെ ലക്ഷണം, മുൻപ് വളരെ താല്പര്യത്തോടെ ആസ്വദിച്ച് ചെയ്തിരുന്ന പല പ്രവൃത്തികളും ചെയ്യാനുള്ള താല്പര്യമില്ലായ്മയാണ്. നമുക്കറിയാം, സാധാരണ ഒരു മനുഷ്യൻ ആസ്വദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പത്രം വായിക്കുക, TV കാണുക, സുഹൃത്തുക്കളോടൊപ്പം തമാശ പറയുക, പാട്ട് കേൾക്കുക, സിനിമ കാണുക, വ്യായാമം ചെയ്യുക, മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ഇതൊക്കെ ഒരു ശരാശരി മനുഷ്യൻ ആസ്വദിക്കുന്ന സംഗതികളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വിഷാദരോഗത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷണം. ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല, പത്രം വായിക്കാൻ തോന്നുന്നില്ല, TV കാണാൻ തോന്നുന്നില്ല, ഒരു തമാശ കേട്ടാൽ ചിരിക്കാൻ തോന്നുന്നില്ല, സുഹൃത്തുക്കൾ വന്ന് വിളിച്ചാൽ പോലും പുറത്തേക്ക് ഇറങ്ങാൻ മടി, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമില്ല, ജോലി ചെയ്യാൻ താല്പര്യമില്ല, കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, സ്കൂളിൽ പോകാൻ വിമുഖത. ഇതാണ് ആ രണ്ടാമത്തെ ലക്ഷണം. വിഷാദത്തിൻ്റെ മൂന്നാമത്തെ ലക്ഷണം അകാരണമായ ക്ഷീണമാണ്. അതായത് ശരീരം കൊണ്ട് അടുത്തൊന്നും യാതൊരു തരത്തിലുള്ള അധ്വാനവും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ശരീരത്തിനൊരു കെൽപ്പില്ലായ്മ തോന്നുന്നു, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ തോന്നുന്നില്ല, സദാസമയം കിടക്കണമെന്ന് തോന്നുന്നു, ഒന്നും ചെയ്യാൻ ശാരീരിക ക്ഷമതയില്ലാത്തൊരു സ്ഥിതിവിശേഷം തോന്നുന്നു. നാലാമത്തെ ലക്ഷണം ഉറക്കക്കുറവാണ്. വിഷാദരോഗത്തിൻ്റെ ഉറക്കക്കുറവിനൊരു സവിശേഷതയുണ്ട്. സാധാരണ കിടക്കുന്ന സമയത്ത് തന്നെ കിടക്കും, ഉറക്കം വരും. പക്ഷേ സാധാരണ ഉണരുന്ന സമയത്തേക്കാൾ ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും നേരത്തെ ഉണർന്നു പോവുക, അതാണ് വിഷാദത്തിൻ്റെ ഒരു ആദ്യ ലക്ഷണം. അതായത് 6 മണിക്ക് ഉറക്കം ഉണരുന്നൊരു വ്യക്തി 4 മണിക്കും അതിന് മുൻപ് ഉണർന്നു പോകുന്നു, പിന്നീട് ഉറക്കം വരുന്നുമില്ല. ഒരുപക്ഷെ അദ്ദേഹം വിഷാദത്തിലേക്ക് പോകുന്നോ എന്ന് സംശയിക്കണം. വിശപ്പില്ലായ്മയാണ് വിഷാദത്തിൻ്റെ 5ാമത്തെ ലക്ഷണം. വളരെ താല്പര്യത്തോടെ കഴിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കൾ കണ്ടിട്ട് പോലും കഴിക്കാൻ തോന്നുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏകാഗ്രത കുറവാണ് വിഷാദത്തിൻ്റെ 6ാമത്തെ ലക്ഷണം. ഇത് പഠിക്കുന്ന കുട്ടികളിലും ജോലി ചെയ്യുന്ന ആളുകളിലും ഇത് പ്രകടമായി കാണും. പണ്ടൊക്കെ ദീർഘനേരം ഇരുന്ന് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരുപാട് വ്യത്യസ്ത തരം ചിന്തകൾ കടന്നു വന്ന് അവരുടെ ശ്രദ്ധ പതറിപ്പോകുന്നു. ജോലി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് അസ്വസ്ഥതയുണ്ടാക്കുന്ന ചിന്തകൾ വന്ന് ആ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷം. വിഷാദത്തിൻ്റെ 7ാമത്തെ ലക്ഷണം ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഗതിവേഗത്തിലുണ്ടാകുന്ന കുറവാണ്. ആരെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറയാൻ ഒരുപാട് സമയമെടുക്കുന്നു. കാരണം ഓർമ്മയിൽ പരതി ആ ഉത്തരം കണ്ടുപിടിച്ച് അതിനെ വാക്കുകളായി പരിവർത്തനപ്പെടുത്തി അത് പ്രകടിപ്പിക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അതിനും ഒരുപാട് സമയം കഴിഞ്ഞിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ. വിഷാദത്തിൻ്റെ 8ാമത്തെ ലക്ഷണം വിഷാദഭരിതമായ ചിന്തകളാണ്. താൻ ജീവിതത്തിൽ രക്ഷപ്പെടുകയില്ല, തനിക്കിനി ഒരു പ്രതീക്ഷയുമില്ല, ഒരു രീതിയിലും താൻ നന്നാകാൻ പോകുന്നില്ല എന്നുള്ള ചിന്ത. വിദ്യാർത്ഥികൾക്ക് പഠിച്ചിട്ട് കാര്യമില്ല, ജോലി കിട്ടില്ല എന്നുള്ള ചിന്തകളായിരിക്കാം. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ താൻ മികവ് കാട്ടില്ല, ജോലി നഷ്ടപ്പെടും എന്നുള്ള ചിന്തകളായിരിക്കാം. തന്നെ ആരും മനസ്സിലാക്കുന്നില്ല, തന്നെ ആരും സഹായിക്കാനില്ല എന്ന ചിന്തകൾ ഇതിനോടൊപ്പം കടന്നു വരാറുണ്ട്. അകാരണമായ കുറ്റബോധമാണ് വിഷാദത്തിൻ്റെ മറ്റൊരു ചിന്ത. അത് പലപ്പോഴും കൗമാരപ്രായക്കാരുടെ വിഷാദത്തിലൊക്കെയാണ് ഇത് പ്രകടമായി കാണുന്നത്. വളരെ സ്വാഭാവികമായ സാധാരണ കൗമാരപ്രായക്കാർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, അതൊക്കെ
വിഷാദം വരുന്ന സമയത്ത് വലിയൊരു കുറ്റകൃത്യമാണെന്ന് തോന്നും. ഒരുപക്ഷേ ആർക്കെങ്കിലും ഒരു പ്രണയലേഖനം കൊടുത്തതോ അല്ലെങ്കിൽ അത്തരത്തിലെന്തെങ്കിലും ഒരു തമാശ പറഞ്ഞതോ പോലെയുള്ള കാര്യങ്ങൾ പോലും ഒരു വലിയ കുറ്റമായിരുന്നു, ആ കുറ്റത്തിന് ദൈവം തന്ന ശിക്ഷയാണ് വിഷാദം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാൻ അവർക്ക് തോന്നിയേക്കും. വിഷാദത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത താൻ ഉപയോഗശൂന്യനാണെന്നുള്ള തോന്നലാണ്. താൻ തൻ്റെ ബന്ധുക്കൾക്കൊരു ഭാരമാണ്, തൻ്റെ വീട്ടുകാർക്ക് താനൊരു ബാധ്യതയാണ് ഇങ്ങനത്തെ ചിന്തകൾ വരും. സ്വാഭാവികമായും ഇങ്ങനെയൊരു ചിന്ത മനസ്സിൽ വന്നാൽ 9ാമത്തെ ലക്ഷണവും പ്രകടമാവും. 9ാമത്തെ ലക്ഷണം മരിക്കണമെന്നുള്ള ആഗ്രഹവും ആത്മഹത്യാ പ്രവണതയുമാണ്. ഈ പറഞ്ഞ 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും 2 ആഴ്ച തുടർച്ചയായി നീണ്ടു നിന്നാൽ ആ വ്യക്തിക്ക് വിഷാദരോഗമുണ്ടെന്ന് കരുതാം. എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് വിഷാദരോഗം വരുന്നു? തലച്ചോറിലെ കോശങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന സെറട്ടോണിൻ എന്ന ഒരു രാസവസ്തുവുണ്ട്. ഈ സെറട്ടോണിനാണ് നമ്മുടെ മനസ്സിൻ്റെ വൈകാരിക അവസ്ഥയെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മസ്തിഷ്ക രാസ സംപ്രേക്ഷണി. ഈ സെറട്ടോണിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് വിഷാദരോഗം പിടിപെടുന്നത്. സെറട്ടോണിൻ വളരെയധികം താഴ്ന്നു പോകുമ്പോഴാണ് ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതെ മരിക്കണം എന്നൊരു ചിന്ത തന്നെ കടന്നു വരുന്നത്. വിഷാദരോഗത്തിൻ്റെ സങ്കീർണതകൾ എന്തൊക്കെയാണ്? അതായത് വിഷാദരോഗം ചികിത്സ എടുത്തില്ലെങ്കിൽ പറ്റാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ചികിത്സ എടുക്കാത്ത വിഷാദരോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആത്മഹത്യാ പ്രവണത തന്നെയാണ്. ചികിത്സ എടുക്കാത്ത വിഷാദമുള്ള പല ആളുകളും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും പലരും ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിഷാദം ചികിത്സിക്കാതെ ഇരിക്കുന്ന അപൂർവം ചില വ്യക്തികളിൽ കാറ്ററ്റോണിയ എന്നൊരു സ്ഥിതിവിശേഷം പ്രകടമാവും. സംസാരമില്ലാതെ, ചലനങ്ങളില്ലാതെ, ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെ ശില പോലെ ദീർഘനേരം ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ കാറ്ററ്റോണിയ. അത് ജീവന് വരെ അപകടം വരാൻ സാധ്യതയുള്ളൊരു അവസ്ഥയാണ്. ചികിത്സ എടുക്കാത്ത വിഷാദത്തിൻ്റെ 3ാമത്തെ ഒരു സങ്കീർണത ശാരീരിക ആരോഗ്യം വഷളാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജീവിതശൈലിജന്യ രോഗങ്ങളായ പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പാർക്കിൻസോണിസം ഇത്തരത്തിലുള്ള ശാരീരിക രോഗങ്ങളുള്ള വ്യക്തികൾക്ക് അതിനോടൊപ്പം വിഷാദം കൂടെ ബാധിച്ചാൽ ഈ ശാരീരിക രോഗം വഷളാകുന്നതായിട്ട് കണ്ടുവരുന്നു. കാരണം വിഷാദരോഗം ബാധിക്കുന്നൊരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശക്തി കുറയുന്നു, അവർ ശാരീരിക രോഗങ്ങൾക്ക് കൃത്യമായി ചികിത്സയെടുക്കാനുള്ള സാധ്യത കുറയുന്നു, ജീവിതശൈലി ക്രമീകരണങ്ങൾ തെറ്റുന്നു, വ്യായാമം ചെയ്യാനുള്ള സാധ്യത കുറയുന്നു, ഭക്ഷണ ക്രമീകരണം തെറ്റുന്നു. ഇങ്ങനെ അവരുടെ ശാരീരിക രോഗം കൂടെ വഷളാകാനുള്ള സാധ്യതയാണ്. എങ്ങനെ വിഷാദരോഗത്തിൽ നിന്നൊരു വ്യക്തിയെ മോചിപ്പിക്കാം? ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി പ്രദർശിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനെ സമീപിക്കണം, ഒരു സൈക്യാട്രിസ്റ്റിനെ സമീപിക്കണം. അദ്ദേഹത്തിൻ്റെ വിദഗ്ധമായൊരു ചികിത്സയിലൂടെ തീർച്ചയായും വിഷാദരോഗത്തെ ഭേദപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഈ ലഘുവായ വിഷാദം, പ്രത്യേകിച്ച് വിഷാദത്തിൻ്റെ പ്രാരംഭഘട്ടമാണെങ്കിൽ മനഃശാസ്ത്ര ചികിത്സകൾ വഴി തന്നെ വിഷാദത്തിനെ ഭേദപ്പെടുത്താൻ ശ്രമിക്കാം. ചിന്തകളിലെ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബൗദ്ധിക പെരുമാറ്റ ചികിത്സ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന ചികിത്സാ രീതി വിഷാദത്തിന് ഫലപ്രദമാണ്. ഒപ്പം തന്നെ മനോനിറവ് അധിഷ്ഠിത ബൗദ്ധിക ചികിത്സ അഥവാ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പി, അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി തുടങ്ങിയ മനഃശാസ്ത്ര ചികിത്സകളും ലഘു വിഷാദത്തിന് വളരെ ഫലപ്രദമാണ്. എന്നാൽ വിഷാദം തീവ്രമായി കഴിഞ്ഞാൽ മനഃശാസ്ത്ര ചികിത്സകൾ പോരാതെ വരും, മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ തന്നെ വേണ്ടിവരും. തലച്ചോറിലെ സെറട്ടോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ് പ്രധാനമായിട്ടും വിഷാദരോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ പല ആളുകളും സംശയിക്കാറുണ്ട്, വിഷാദരോഗത്തിന് മരുന്നൊക്കെ തുടങ്ങിയാൽ പിന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിർത്താൻ പറ്റുമോ? ജീവിതം മൊത്തം മരുന്ന് വേണ്ടി വരില്ലേ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ആദ്യമായി വിഷാദരോഗം വരുന്ന ഒരു വ്യക്തി പൂർണ്ണമായും രോഗലക്ഷണങ്ങൾ ഭേദപ്പെട്ട് 9 മാസം കൂടെ മരുന്നുകൾ കഴിക്കണമെന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ 9 മാസം മരുന്ന് കഴിച്ചാൽ തലച്ചോറിലെ സെറട്ടോണിൻ്റെ അളവ് നോർമലാകാറുണ്ട്. അത് കഴിഞ്ഞാൽ മരുന്നിൻ്റെ അളവ് കുറച്ച് പൂർണ്ണമായിട്ടും നിർത്താൻ സാധിക്കും. എന്നാൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഈ 9 മാസം ചികിത്സ എടുക്കാറില്ല. 1-2 മാസം മരുന്ന് കഴിക്കുമ്പോൾ ലക്ഷണങ്ങൾ കുറയും. ഇനി മരുന്നിൻ്റെ ആവശ്യമില്ലെന്ന് കരുതി പകുതിക്ക് വെച്ച് മരുന്ന് നിർത്തും. ഇങ്ങനെ വരുമ്പോൾ അസുഖം ആവർത്തിക്കാം. 3-ൽ കൂടുതൽ പ്രാവശ്യം വിഷാദരോഗം ആവർത്തിച്ചാൽ പലപ്പോഴും അനിശ്ചിതകാലം ചികിത്സ വേണ്ടി വരും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആദ്യം വിഷാദം വരുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ചികിത്സ തേടുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിശ്ചിത കാലം മരുന്നുകൾ കഴിക്കുകയും ചെയ്താൽ വിഷാദത്തിൽ നിന്ന് ആ വ്യക്തിയെ നമുക്ക് മോചിപ്പിച്ചെടുക്കാൻ സാധിക്കും.